ഫുഡൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഒരു മേക്ക് ഓവറൊക്കെ കൊടുത്താലുണ്ടല്ലോ നമ്മുടെ പുട്ട് വേസ്റ്റ് ആകത്തുമില്ല, പിള്ളേർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി എല്ലാം വേണം, കുറേശ്ശെ മതി കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. പുട്ട് കൂടുതലുണ്ടെങ്കിൽ മുട്ടയും കൂട്ടണേ. മുട്ട ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റിൽ തന്നെ നമ്മുടെ പുട്ട് ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ ആ മുട്ടയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ പുട്ടിലേക്ക് കിട്ടത്തുള്ളൂ. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇങ്ങെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി മസാല പുട്ട് റെഡി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.